തുടർച്ചയായിട്ടുള്ള അബോർഷൻസ് ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ടോർച്ച് ഇൻഫെക്ഷൻ ആയിരിക്കും. ടോർച്ച് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ടോക്സോപ്ലാസ്മോസിസ്, അതേഴ്സ് ലൈക്ക് സിഫിലിസ്, റൂബെല്ല, സൈറ്റോമെഗലോവൈറസ് ആൻഡ് ഹെർപ്പിസ്. ഈ ഇൻഫെക്ഷൻ പോസിറ്റീവ് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രഗ്നൻസി ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അബോർഷൻ ഉള്ളവർ പിന്നീട് കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിന് മുൻപ് ഈ ടെസ്റ്റ് ചെയ്യുകയും പോസിറ്റീവ് ആണ് എങ്കിൽ, ഇവയിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ പോസിറ്റീവ് ആണ് എങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇതിൽ ഫീമെയിൽ പേഷ്യൻ്റ് മാത്രമല്ല, പാർട്ട്നേഴ്സ് 2 പേരും ഈ ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതുമാണ്. ടോർച്ച് പോസിറ്റീവ് ആണ് എങ്കിൽ അബോർഷൻ, അതുപോലെ തന്നെ സ്റ്റിൽ ബർത്ത്, കുട്ടിക്ക് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഇതൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി ആപ്ല ടെസ്റ്റ്. ആപ്ല സിൻഡ്രോം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണിത്. അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാകുന്ന ആന്റി ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണിത്. ഈ ആപ്ല ടെസ്റ്റ് പോസിറ്റീവ് ആണ് എങ്കിൽ അബോർഷന് ചാൻസ് കൂടുതലാണ്. അപ്പം പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അബോർഷൻ ഉള്ളവർ കൺസീവ് ആകാൻ ട്രൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ടെസ്റ്റ് ചെയ്യുകയും അത് പോസിറ്റീവ് ആണ് എങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്ത് ഭേദപ്പെടുത്തിയിട്ട് മാത്രം കൺസീവ് ആകാൻ ശ്രമിക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ ഈ സ്റ്റിൽ ബർത്തും അതുപോലെ തന്നെ അബോർഷൻസും കൂടാതെ കുഞ്ഞിന് ഡെവലപ്മെന്റൽ ഇഷ്യൂസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അബോർഷൻ ഹിസ്റ്ററി ഉള്ളവർക്ക്. ഇതിൽ പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്ത ശേഷം മാത്രം കൺസീവ് ആകാനായിട്ട് ശ്രമിക്കുക. താങ്ക്